അപ്പോൾ ക്യാപിറ്റൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്നപ്പോഴത്തേനുണ്ടല്ലോ ഒരു ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വെച്ച്. ഒന്നുമല്ല, ചുമ്മാ ഒരു കാടൊക്കെ ഒന്ന് കണ്ട് ചുമ്മാ ഒരു ചെറിയ ട്രിപ്പ് പോകുന്ന അറ്റം വരെ ഒന്ന് പോകാമെന്ന് വെച്ച് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ എന്തോ ഒരാൾ നമ്മുടെ കൺമുമ്പിൽ പെട്ടിട്ടുണ്ട്. ആളെ വേണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആരാ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മുടെ എല്ലാം മണിമുത്തായ നമ്മുടെ റാന്നിയുടെ സ്വന്തം റാന്നിക്കാരൻ KL 62 മച്ചാനെ കണ്ടിട്ടുണ്ട്. തള്ളുന്നതിനൊക്കെ ഒരു പരിധി വേണം. അതങ്ങനെ എന്താ റാന്നിയുടെ മണിമുത്തല്ലേ? അതെ, അങ്ങനെയൊക്കെ ആവണമെന്നുണ്ട്. ആവണം, അതാവും. ഇപ്പം എന്തായാലും നമ്മളെ ഇത്രയും എത്തിച്ച ദൈവം തമ്പുരാൻ, അതുപോലെ തിരിച്ചും ദൈവം തമ്പുരാൻ ആ അറ്റത്ത് എത്തിക്കും. ആ ഉയർച്ച എത്തുള്ളൂ. നമ്മള് അധ്വാനിച്ചാൽ മതി. നമ്മുടെ കഷ്ടപ്പാട് ഒരു ദിവസം നമ്മുടെ ദൈവം കാണും. അതാണ്. അപ്പം നമ്മൾ നല്ലൊരു നിലയിലെത്തും. അതാണ് ഉറപ്പായി. അപ്പം ഞാൻ നോക്കിപ്പോണ്ടല്ലോ ചുമ്മാതാ വടശ്ശേരിക്കര ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, മച്ചാനെ എങ്ങോട്ടാ? അറിയത്തില്ല മച്ചാനെ, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ബാ കയറ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നമ്മുടെ പുറകെ നമ്മുടെ കണ്ടോ കൊമ്പൻ കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾ അതിലൊരു ചെറിയൊരു യാത്രയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ യാത്രാ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം വേറെ കാര്യമുണ്ട്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ലാഹ തൊട്ട് താഴെയാണ്. ഇവിടെ ഭയങ്കര ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആംബിയൻസ് ആണ്. വേണേ ഒന്ന് ജസ്റ്റ് കാണിക്കുക. അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ആ ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ലാഹയുടെ തൊട്ട് താഴത്തെ സ്ഥലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു കൃഷി ചെയ്യുന്നത് നമ്മുടെ കൈതയാണ്. അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ സൂപ്പർ കാഴ്ചയാണ്. കണ്ടോ, അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു ഷെഡൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ഈ കൈതത്തോട്ടത്തിലെ കൃഷിക്കാർ താമസിക്കുന്നതാണ് അവിടെ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ്. നല്ല വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ ചിറ്റാറ് പോകുന്ന റൂട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ചിറ്റാറ് പോകുന്ന റൂട്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കുടിക്കാനൊരു മാംഗോ ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില 40 രൂപയാണ്. പിന്നെ ചെറിയ നഷ്ടമാണ്. പിന്നെ എന്തുവാ, റാണി മച്ചാന് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്താ ദേദേ മേദേ ബിങ്കോ, ഇതേ പുള്ളി കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് മേടിച്ച് നമ്മളെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാണിച്ചുകൊണ്ടാണ് പുള്ളി കരയാതിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ സാധനം 2 പാക്കറ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഞാനിത് ഒരെണ്ണം മേടിക്കാനാണ് തുടങ്ങിയത്. അത് മൊത്തം പറഞ്ഞില്ല, 2 ഈ 2 മേടിച്ചെന്ന് പറയും. മച്ചാന് ഇത് 2 ഒറ്റ ഇരിപ്പിന് കഴിക്കണം. വെള്ളം കുടിക്കാൻ പാടില്ല. അത് നടക്കത്തില്ല. എരിവാന്ന് എനിക്കറിയാം. എരിവാണ്, അല്ലെങ്കിൽ വെള്ളം കുടിക്കരുത്. അതെന്തുവാ എന്ന് നമ്മള് കഴിച്ചിട്ടില്ല, നമുക്ക് അറിയത്തുമില്ല. അല്ല, വെള്ളം കുടിക്കത്തില്ല, ഞാൻ വാങ്ങിക്കാൻ കുടിച്ചോളാം. അത് വെള്ളമാണല്ലോ. ക്യാപിറ്റൽ വ്ളോഗ്സ് പോരാട്ടോ. കാരണം ഞാൻ ഒരു ചലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മരത്തിനുണ്ടെങ്കിൽ കാട്ടി കയറണം. ക്യാപിറ്റൽ വ്ളോഗ്സ് ഭയങ്കര ഞാൻ വെറുതെ പറഞ്ഞു വെച്ചാറ് എനിക്ക് കഴിക്കണം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് നമുക്ക് അങ്ങനെ ഒരു യാത്ര ചെയ്യാം. തിരിച്ച് റിട്ടേൺ വരാം. ഓക്കെ.
വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാടിൻ്റെ ഉൾഭാഗത്തുനിന്ന് വരുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതൊക്കെ നമ്മുടെ ഈ ശബരിമല തീർത്ഥാടനത്തിന് നമ്മുടെ ഈ അയ്യപ്പന്മാരൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ അവർ കുപ്പികളിലാക്കി, നടന്നു പോകുന്നവരൊക്കെ കുപ്പികളിലാക്കിയിട്ട് കുടിക്കുകയും ഒക്കെ ചെയ്യും. നല്ല നല്ല വെള്ളമാണ്, നല്ല തണുത്ത വെള്ളമാണ്, അടിപൊളി. നമ്മൾ ഈ കുപ്പിക്കാതെ വാങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, മിനറൽ വാട്ടർ ഉണ്ടല്ലോ, ആ മച്ചനെ ആ പറ ആ ഗുണം കൂടുതലുള്ള വെള്ളമായിരിക്കും. ആ കാരണം പണ്ടുള്ള ഈ ആൾക്കാർ, ഈ ആദിവാസി പെട്ട ആൾക്കാർ, പ്രായമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണ് ഈ വെള്ളത്തിന് ഔഷധ ഗുണങ്ങൾ ഉള്ള വെള്ളമാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല മരങ്ങളുടെയൊക്കെ വേരിനിടയിൽ കൂടെ, പിന്നെ പല ജീവികളെ ചത്തതും ഒക്കെ ഉണ്ട്. ഇത് എല്ലാം കൂടെ കൂടിയാണ്, ഇതിനകത്ത് വിഷമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇതാണ് ഏറ്റവും പ്യൂറായിട്ടുള്ള വെള്ളമല്ലേ. ഇതിപ്പം നമ്മളിപ്പം ഒരു കുപ്പിക്കകത്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ, ഒരു കുപ്പിക്കകത്ത് എടുക്കുവാണെങ്കിൽ തന്നെ അതിന്റെ തണുപ്പ് പുറത്തോട്ട് നിൽക്കുന്ന അറിയാൻ പറ്റും. നമ്മുടെ ഇങ്ങനെ നീരാവി ഇറങ്ങി പുറത്തോട്ട് എത്തില്ലേ, അതെ അതെ അതുപോലെ ഇവിടെ ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ ഒരു കുപ്പിക്കകത്ത് എടുത്ത് നോക്കിയാൽ. നമ്മുടെ റാന്നി മച്ചാൻ ഒരു കുപ്പിയൊക്കെ എടുത്തോണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ്. ശരിയാണ്, ഞങ്ങളൊക്കെ ഈ ശബരിമല സീസണേ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട് മച്ചാനെ. ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ഈ നടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ രാത്രിയിലൊക്കെ വെള്ളം ഇതുപോലെ ശേഖരിച്ചിട്ട് ആ വെള്ളമാണ് കുടിക്കുന്നത്. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ റാന്നി മച്ചാൻ നേട്ട വെള്ളമൊക്കെ എടുത്ത് കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കുടിക്കാൻ ഈ കുപ്പിക്കകത്ത് ഞാൻ കുടിക്കുന്നില്ല, അന്നാ ഞാൻ കുടിക്കില്ല. ഈ കുപ്പിയുടെ അപ്പോൾ റാന്നി മച്ചാൻ പറഞ്ഞ ഒരു കറക്റ്റ് കാര്യമാണ്, ശരിയാ. നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്നൊക്കെ കുപ്പി വെള്ളം എടുത്ത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, കണ്ടിട്ടില്ലേ ഒരു ചെറിയൊരു എന്തുവാ ഒരു മഞ്ഞ് പോലെ സംഭവം അതേ മൂടിയിരിക്കുന്നത്, അതുപോലെ കണ്ടില്ലേ? ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ശരിയാണ്. അതുപോലെ റാന്നി മച്ചാൻ ഇപ്പൊ ആ വെള്ളം ഒന്ന് കുടിച്ച് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും കുടിക്കും. ഞാനിപ്പം നമ്മുടെ ക്യാമറ എടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ റാന്നി മച്ചാൻ കുടിക്കുന്നുണ്ട് കേട്ടോ, വെള്ളം കൊണ്ട് കേട്ടോ. കണ്ടോ? പക്ഷേ ശരിയാണ്, ഇതൊക്കെ ഇപ്പം എന്തുവാ ഓരോരുത്തർ ഇതൊക്കെ നശിപ്പിക്കാനുള്ള ഒരു രീതികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതൊക്കെ വരും തലമുറയ്ക്കൊക്കെ കാണാനുള്ള ഒരു ഇതുണ്ടാവുമോ എന്ന് പോലും നമുക്കറിയത്തില്ല, ഇല്ല മച്ചാതെ? അതുപോലെ നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇതുപോലുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാടിൻ്റെ അകത്ത് ചെയ്യരുത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ നമ്മുടെ മൃഗങ്ങൾക്ക് തന്നെയാണ് ആപത്തുകൾ. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളെ ഇതുപോലെയുള്ളതുണ്ട്, ഈ പ്ലാസ്റ്റിക് കവറുകളെ, അതുപോലെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, മനസ്സിലായി? അപ്പോൾ ഇതുപോലൊക്കെ നമ്മുടെ ഈ കുരങ്ങായാലും ആനയൊക്കെ ആയാലും വെള്ളം കുടിക്കാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ എടുത്ത് വിഴുങ്ങുകയും തിന്നുകയൊക്കെ ആ ഒരു തിന്നുകയൊക്കെ ഉള്ള അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കവറിലാക്കിയിട്ട് നിങ്ങൾ പോകുന്ന വഴി വേസ്റ്റ് ബോക്സ് ഇട്, ഒരു കുഴപ്പമില്ല. അപ്പം അതൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും, ഇവിടെ വരുന്നവർ. അപ്പം നമ്മുടെ ഈ കാടിൻ്റെ മനോഹാരിത എന്തിനാ മച്ചാനെ, അല്ലേ മച്ചാനെ? നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുപോകും. അതാണ് കൊണ്ടുപോയിട്ട് ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇനിയിപ്പം ഇതിൻ്റെ ബോക്സുകളൊക്കെ വെക്കാൻ ഉണ്ട്. അവിടെ കൊണ്ട് കളയാമല്ലോ. അവിടെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വനം വകുപ്പ് തന്നെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ കണ്ടെത്തും. ഇവിടെ അവിടെയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആരായത് നോക്കണം? ശരിയാണ്. അതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം അല്ലേ? ഓക്കെ. നമ്മൾ വരുന്ന വഴിക്കുണ്ടല്ലോ, നമ്മുടെ ഈ ശരണംവിളിക്ക് ഏറ്റവും നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ തലപ്പാറമല. കണ്ടോ, തലപ്പാറമല കോട്ട. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അയ്യപ്പന്മാരൊക്കെ ഇവിടെ നിർത്തി വരുന്ന വഴിക്ക് നടന്നു പോകുന്നവരാന്ന് പറഞ്ഞാലും അതുപോലെ വണ്ടിക്ക് വരുന്നവരാന്ന് പറഞ്ഞാലും ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കർപ്പൂരമൊക്കെ കത്തിച്ചിട്ടാണ് അവർ പോകുന്നത്. ഇത് ഭഗവാന്റെ ഒരു മൂലസ്ഥാനം പോലാണ്.
പിന്നെ നമ്മൾ വണ്ടി നിർത്തി ഇതൊക്കെ ഒന്ന് എടുത്തൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇതിപ്പം വരുന്ന തലമുറകളിലൊക്കെ ഉള്ള കുട്ടികൾക്കൊന്നും അറിയത്തില്ല. പിന്നെ നമുക്ക് ഇത് മുതിർന്ന ആൾക്കാരൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്നുള്ള അറിവുകളാണ്. അതുപോലെ നമുക്ക് ഇനി ഒത്തിരി ദൂരം യാത്ര ചെയ്യാനുണ്ട്. റാന്നിമച്ചാൻ ഇറങ്ങി എന്തോ ഇങ്ങനെ പോയ പോലൊക്കെ തപ്പി നിൽക്കുകയാണ്. പിന്നെ പുള്ളിക്ക് ഒരു വിഷമമുണ്ട്. ഇറങ്ങിയപ്പോഴേ പറഞ്ഞ് ചെറിയ പുലികളോ ചെറിയ എലിയോ പുലി ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ നാളായി, ഞാൻ കുറേ പ്രാവശ്യം ഇവിടെ വരും. ഞാൻ ശംഭുവിനെ കൊണ്ട് വന്നിട്ടുണ്ട്, സുഹിത്തിനെ കൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് എന്ന് പറയും, പൃഥ്വിയേട്ടൻ, പുള്ളിയെ കൊണ്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ വീട്ടിൽ ആകല, പുള്ളിക്കാരനെ കൊണ്ട് വരെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ആനയെ കാണാൻ വേണ്ടി. അത് കാണാൻ പറ്റിയിട്ടില്ല. ഇന്നും ഒരു പ്രതീക്ഷയിലാണ്. ചിലപ്പോൾ കാണാൻ പറ്റുമൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്താ സീസൺ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. ശരിയാണ്. അതുപോലെ അതുകൊണ്ട് നമ്മളെ കാണുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും നടന്നു വരുന്നുണ്ട്. അതൊക്കെ ഈ ഫോറസ്റ്റിൻ്റെ ഓഫീസ് ഏരിയകളൊക്കെയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് പല കാഴ്ചകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ഇത് കാണിച്ചില്ലേ, ഫോറസ്റ്റ് ഓഫീസ്. അപ്പോൾ ആ ഫോറസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടിപ്പുറത്ത് അച്ചൻകോവിൽ ക്ഷേത്രം 86 കിലോമീറ്റർ, കോന്നി 44 കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കാട് വഴിയുള്ള യാത്രയായിരിക്കും, അറിയത്തില്ല, നമുക്ക് അതൊന്നും അറിയത്തില്ല. അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് ഓഫീസ് കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കൂടെ ഒരു വഴി കിടപ്പുണ്ട്. ആ പൈപ്പൊക്കെ കിടക്കുന്നതിൻ്റെ അപ്പുറത്തും തൊട്ടപ്പുറത്തോടെ തന്നെയാണ് റൈറ്റ് കിടക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 86 കിലോമീറ്റർ 44. അപ്പോൾ എനിക്കൊന്ന് കോന്നി ചെന്നിട്ടാണ് നമ്മൾ അച്ചൻകോവിൽ പോകുന്നത് തോന്നുന്നല്ലേ മച്ചാനെ? അപ്പോൾ ഈ വഴിയാണ് നമ്മുടെ ഈ കാറ് കയറി വരുന്ന വഴിയാണ് നമ്മുടെ അച്ചൻകോവിലിന് പോകുന്നത്. കുട്ടവഞ്ചി സവാരി ആങ്ങമൊഴി 6 കിലോമീറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഫോറസ്റ്റ് സ്റ്റേഷനാണ്, നമ്മുടെ പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ ഫോറസ്റ്റ് പ്ലാപ്പള്ളി. ഇപ്പോൾ എനിക്കത് സീസൺ തുടങ്ങുന്നുണ്ടാന്ന് തോന്നുന്നു മച്ചാനെ അല്ലേ? പെയിന്റ് ഒക്കെ അടിച്ച് നല്ലൊരു രീതിയിൽ നല്ല വൃത്തിക്കായി അവർ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാം നോക്കിയാൽ മതി. ഇവിടെ ഇനിയും പുതിയ പുതിയ കടകളൊക്കെ പണിയാൻ വേണ്ടി ഇപ്പം പുറകിലുണ്ടായിരുന്നു, അതിപ്പം എടുക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. എരുമേലി 21 കിലോമീറ്റർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടൊക്കെ നേരത്തെ എന്താ ഇഷ്ടംപോലെ കടകളും ഒക്കെ ഇനി സമയമുണ്ട്, ആ സമയത്ത് അനുസരിച്ച് വരത്തുള്ളായിരിക്കും. ശരിയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. മിക്കവാറും നമ്മൾ ഇവിടെ ചെല്ലുമ്പം കാണാൻ പറ്റും. ഇനി അടുത്ത എവിടെ ആയിരുന്നു? മറ്റേ പ്ലാപ്പള്ളി അല്ല. ഇനിയിപ്പോൾ നമ്മൾ നിലയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇത് കാണാൻ പറ്റും. അവിടെ ഇനിയും കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് നമ്മുടെ റൈറ്റ് സൈഡ് നോക്കിയാൽ അറിയാം, കാടിന്റെ മക്കൾ എന്നറിയപ്പെടുന്ന കുറച്ച് ആദിവാസി ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ടാർപ്പയൊക്കെ ഇട്ടിട്ടാണ് തൊട്ട് മുകളിലായിട്ട് നമുക്ക് കണ്ടോ. അവർക്ക് ആനയെ പേടിയില്ല എന്നുള്ള ഒരു ചങ്കറപ്പ് അവർക്കുണ്ട് അല്ലേ മച്ചാനെ? അവരത് സമ്മതിക്കണം. ഹായ്. അപ്പം നമ്മൾ നേരെ നമ്മുടെ നിലയ്ക്കലല്ല, പമ്പ. ഇത് ഏതാ സ്ഥലം? ഇത് എരുമേലി. ഇഷ്ടംപോലെ കുരങ്ങന്മാർ. ഈ സ്ഥലത്തിന്റെ പേര് 2 കുരങ്ങന്മാർ വണ്ടിക്കകത്തുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ സീസൺ തുടങ്ങുന്നതനുസരിച്ചുള്ള പണികളാണ്. പോലീസുകാർക്കുള്ള ക്യാമ്പ്, അതുപോലെ ഈ മെഡിസിന്, നമുക്കിതെല്ലാം നമുക്ക് അവർക്കുള്ള ഓരോ റൂമുകൾ അവർ റെഡിയാക്കുകയാണ്. നടന്നു വരുന്ന അയ്യപ്പന്മാർക്കും എല്ലാം ഉണ്ട്. അതുപോലെ വണ്ടികളൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കേറുമ്പോൾ ഇവിടാണ് പിടിച്ചിടുന്നത്. ഇലവങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണിത്, ഇവിടാണ് പിടിച്ചിടുന്നത്. അതുപോലെ ഇഷ്ടംപോലെ ഇനി പോലീസുകാരൊക്കെ ഇവിടെ വന്നിറങ്ങും. പോലീസുകാരുടെ ക്യാമ്പുകളുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയൊരു 10-17 ദിവസമേ ഉള്ളൂ. പക്ഷെ വേറെ കാര്യമുണ്ട്, എല്ലാത്തിനും തയ്യാറെടുപ്പ് കിടന്നു. മച്ചാൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചായിരുന്നു, റോഡ് മാത്രം അങ്ങനെ തന്നെ. അപ്പം അതുപോലെ നമ്മൾ വരുന്ന വഴിക്ക്
അതുപോലെ നമ്മൾ വരുന്ന വഴിക്ക് ആനപ്പിണ്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് ആനപ്പിണ്ടം അല്ലേ മച്ചാനെ? നല്ല ഫ്രഷ് ആനപ്പിണ്ടം. ഒരു ഇതുമുണ്ട്, അതിൻ്റെ എന്താ സ്മെല്ലും ഉണ്ട്, കടിക്കാൻ പറ്റും. അതുപോലെ ദയവ് ചെയ്ത് വരുന്ന വണ്ടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ആനകൾ സഞ്ചരിക്കുന്ന മേഖല ശ്രദ്ധിച്ചു പോവുക എന്നിവിടെ ഒരു ബോർഡൊക്കെ നമ്മുടെ റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ വെച്ചിട്ടുണ്ട്, ഒരു ബോർഡ് ഇത് ആക്കിയിട്ടുണ്ട്. അതുപോലെ നടന്നു വരുന്ന അയ്യപ്പന്മാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, രാത്രി യാത്രകൾ പ്രത്യേകം ഒഴിവാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനയൊക്കെ ഇറങ്ങി നിന്ന് ഇതാകുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരാണ് ആര്യാട്ട് കവല. ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ബോർഡ് ഉണ്ടായ ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ അകത്ത് വെച്ച് കാടിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്, ആര്യാട്ട് കവല. പിന്നെ എന്താ കണമല ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കണമല എന്ന് പറയുമ്പോൾ നമ്മുടെ അട്ടത്തോട് ആ ഒരു റേഞ്ചാണ് കണമല. ഞാനവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയാണ്. നമ്മളങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ശ്രീ മഹാദേവൻ്റെ തിരുനടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരക്കിലെത്തിയിട്ടുണ്ട്. ഇതുപോലെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ, ഒത്തിരി കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം നമ്മുടെ മണ്ഡല സീസണിന് അധിക നാളുകളില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാറൊക്കെ കയറിപ്പോകുന്നത് നേരെ നിരക്കലിലോട്ടാണ്. അവിടെ മേളിലാണ് ശിവക്ഷേത്രം. അതുപോലെ തന്നെ മേളിൽ KSRTCയുടെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കരിങ്കരങ്ങളുള്ള ഏരിയ. അങ്ങനെ നമ്മള് നല്ല രീതിയിൽ ഒരു മലയണ്ണാനെ കണ്ട്. എന്താ ഏതാണ്ട് തിന്നുവാന്ന് തോന്നില്ലേ? എന്തോ കയ്യിലുണ്ട്. അതോ ഓർമ്മ വേണോ?
അപ്പം ഞാനും നമ്മുടെ റാന്നി മച്ചാനൂടെ വണ്ടി ലേശം ഒന്ന് സൈഡ് ഒതുക്കി. എന്തിനാണെന്നറിയോ? ഇപ്പം നിങ്ങൾ ഈ ക്യാമറ ഒന്ന് എടുത്തപ്പോൾ തന്നെ ഒന്ന് മനസ്സിലായി കാണാം. ഇത് കണ്ടോ, ഇവിടെ ഇപ്പം റാന്നി മച്ചാൻ എന്നോട് പറഞ്ഞേ ഉള്ളൂ, മച്ചാനെ ഒന്ന് വണ്ടി നിർത്തി. ഞാൻ ചോദിച്ചെന്താ മച്ചാനെ ഈ അനാസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു. ശരിയാണ്, ഈ ടാറിട്ട റോഡിൽ നമ്മുടെ സർക്കാർ കാണിച്ചേക്കുന്ന ഓരോ ഇത് കണ്ടോ, കോടിക്കണക്കിന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം ആണ് നമ്മുടെ ശബരിമല. കോടാനുകോടി ആൾക്കാർ അവിടെ വന്നു പോകുന്നതുമാണ്. അപ്പം ഇവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയ തന്നെയാണ്. വണ്ടികൾ ഈ വളവിലൂടെ കയറി വരുമ്പോൾ നല്ല രീതിയിൽ ടയർ പിടിച്ചാണ് വണ്ടികൾ കയറി വരുന്നത്. അപ്പം ഈ ഒരു ഇപ്പം ഇത് ആ ടയർ പിടിച്ച് വരുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു കുഴികളൊക്കെ പിന്നെ ഉണ്ടായിട്ട് അവിടെ അപകടങ്ങളൊക്കെ പെരുകത്തേ ഉള്ളൂ. ഇല്ല മച്ചാനെ? അതെ. ഇപ്പം എന്താ പ്രശ്നം ഉണ്ടാകുന്ന അറിയാം, ഇപ്പൊ ഇതിന് വലിയ വണ്ടികൾ വന്നിട്ട് ഇതെല്ലാം ഇളവും. ഇളവ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചെറിയ വണ്ടികൾ, ഓട്ടോ, ഏറ്റവും കൂടുതൽ ഓട്ടോ, ടൂ വീലർ, അവർ വരുന്ന സമയത്ത് തന്നെ ഇറങ്ങി വരുന്ന സമയത്ത് ചിലപ്പോൾ രാത്രി ആയിരിക്കും, നല്ല മഞ്ഞുള്ള സമയമായിരിക്കും, അവർ വന്ന് ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഇവിടെ സ്ലിപ്പാവും. ഉറപ്പായി. എന്നാൽ ഈ കുഴി ഇവിടെ തന്നെ അതുപോലെ തന്നെ കിടന്നു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അതാണ് ഞാനിത് പറഞ്ഞ ഈ കുഴികൾ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഇപ്പൊ വലിയ വണ്ടികൾ വരുന്ന സമയത്ത് ഇത് മുഴുവൻ ഇളവും. വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇറക്കമാണ്, നല്ല വളവുമാണ്, നല്ല ഇറക്കമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ, ടൂ വീലർ, ത്രീ വീലറും ടൂ വീലറും വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എന്തോ ആരും ചവിട്ടി കഴിഞ്ഞാൽ സ്ലിപ്പാവും. ഉറപ്പായിട്ട് സ്ലിപ്പാവും. സ്ലിപ്പായി കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വളവുണ്ട്, അതെ, താഴെ കുഴിയും കൂടെ. എന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നി ബൈക്കുകാരാണ് താഴോട്ട് വണ്ടിയൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. അതെ, ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഞാനും നമ്മുടെ റാന്നി മച്ചാനൂടെ നേരെ യാത്ര ചെയ്തിട്ട് ഒരുപാട് നമ്മുടെ കാടിനുള്ളിൽ കൂടെ യാത്ര ചെയ്ത് നേരെ നമ്മുടെ പമ്പയിലെത്തിയിട്ടുണ്ട്. ഭയങ്കര മഴയാണ് ഇവിടെ, ഭയങ്കര മഴ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പുറയിലോട്ട് കാണാം, ചെറിയൊരു എനിക്ക് തോന്നുന്നു ഈ ലഘുഭക്ഷണശാല. അപ്പോൾ അവിടെ ആയിട്ട് കയറി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനുണ്ട്, റാന്നി മച്ചാനുണ്ട്. റാന്നി മച്ചാൻ തൊട്ട് അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം സീസണ് ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ കേട്ടോ. എന്നിട്ടും നമ്മുടെ പണികളൊന്നും അങ്ങോട്ടൊന്നും തീർന്നിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ ആ പഴയ പോലെ തന്നെ അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ഇപ്പം നമ്മുടെ പമ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഭയങ്കര വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമുക്കിപ്പം ഈ പമ്പയിൽ കാണാൻ പറ്റുന്നത്. കണ്ടോ, അതുപോലെ ഇവിടെ ഭയങ്കര മഴ കേട്ടോ, നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ആ മഴയത്തോടെ ഇങ്ങനെ നോക്കി നിന്നപ്പോഴല്ലോ നമ്മുടെ ഒരു പന്നിക്കുഞ്ഞ് ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, അതാ മഴയത്തൂടെ മഴ തന്നെ ഇങ്ങനെ ഓടിപ്പോവാണ്. നല്ല മഴയാണ് ഇവിടെ, നല്ല മഴ. അവിടെ പോയി നമ്മളെ തന്നെ ആണെന്ന് തോന്നി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. നമ്മുടെ റാന്നി മച്ചാനെ നോക്കിയാണ് നിൽക്കുന്നത് കേട്ടോ. എനിക്ക് വന്ന് എന്തെങ്കിലും ഭക്ഷണമോ കാര്യങ്ങളോ ഒക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സീസണൊക്കെ ആകുമ്പോഴേ ഇതിനൊക്കെ വല്ല നിവേദ്യമോ വല്ല കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതങ്ങോട്ട് ആ മഴ നനഞ്ഞ് ഓടിപ്പോവുകയാണ്. അപ്പോൾ പുറത്ത് നല്ല മഴ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നേരെ നമ്മുടെ പമ്പാ നദിയിലെ വെള്ളം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കുത്തി ഒലിച്ചൊഴുകാണ്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പമ്പയുടെ അവസ്ഥ. കണ്ടോ, അപ്പം നമ്മുടെ ക്യാപിറ്റൽ വ്ലോഗ്സിൻ്റെ ഔട്ട്ഡോർ ഇന്ന് ഞാനാണ് പറയുന്നത്. അപ്പം എന്താ ഞാൻ വിഷ്ണുവിൻ്റെ ഫോൺ തട്ടി പറഞ്ഞു ഞാൻ ഒരു ഔട്ട്ഡോർ പറയാമെന്ന്. അപ്പം എന്താ പറയാനുള്ളത്? അപ്പം വെറുതെ വടശ്ശേരിക്കലെ വായി നോക്കി നിന്നിരുന്ന എന്നെ വിളിച്ചോണ്ട് ഈ പേരിന് മഴയ്ക്ക് പമ്പ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്.
വിശന്നിട്ട് കുടൽ കത്തി. മച്ചാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇവിടെ ഹോട്ടലുകളുണ്ട്, ഫുഡ് വാങ്ങിച്ചാൽ. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ, ഒരു മാൻകുട്ടി പോലും, പക്ഷെ മനുഷ്യക്കുട്ടി പോലും ഇല്ല. ആട് കിടന്നത് പന്നിനെ കണ്ട്. അപ്പം എൻ്റെ പുറകിൽ നിൽക്കുന്നു കരിക്കിറങ്ങി വെറുതെ അറിയട്ടെ. അപ്പം എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ബട്ടണോടെ അനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ വിഷ്ണു ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുള്ളൂ. അതുപോലെ വേറെ കാര്യം കൂടെ, നമ്മുടെ റാന്നി മച്ചാന്റെ ചാനല് നമ്മുടെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കയറി ഒന്ന് മിന്നിക്കുക. അടിപൊളി ചാനലാണ്, മച്ചാൻ തകർക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്ത കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴുണ്ടല്ലോ മച്ചാന്റെ വീഡിയോ നമുക്ക് ടാക്കാൻ നിങ്ങളുടെ മുന്നോട്ട് വരും. അപ്പോൾ നിങ്ങളെ കുഴപ്പമായിട്ട് കാണാനും പറ്റും. അപ്പോൾ അടുത്തൊരു കിടക്കുന്ന വീഡിയോയുടെ അടുത്ത കാണാം. Try to be better than I was before. I try to work on everything and my flaws, 'cause I got everything